അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഈ ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. അള്ളാഹു നിന്നെ കൈവിടില്ല. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള എന്തിനാ ഖുർആനും ഹദീസും പറയുന്നത്? ഈ പാവപ്പെട്ടവനായ ഉസ്താദ് വർഷങ്ങളായിട്ട് ഈ ഹൈന്ദവർ മാത്രം താമസിക്കുന്ന ആ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ ഷെഡ് കെട്ടി എങ്ങനെ വളർന്നടോ ഇത്? ഞാൻ ഉസ്താദിനോട് വെച്ച് പറയും, ഉസ്താദ് ഓരോ മാസവും 3 ലക്ഷം രൂപയോളം ചെലവുണ്ട്. അല്ലാഹു അഅലം, ഒരു മുസ്ലിമിന്റെ വീട് പോലും അതിന്റെ പരിസരത്തില്ല. എന്നിട്ട് എങ്ങനെ നടക്കുന്നു ഇത്? എന്തേ പഠിക്കാത്ത നമ്മള്? എടാ, മുസ്ലിമീങ്ങളുടെ ചോട്ടി കൊണ്ടിട്ടാ വളരുവോ? മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് കൊണ്ട് വെച്ചിട്ട് പൂട്ടുന്നില്ല സ്ഥാപനങ്ങൾ. ഈ അമുസ്ലിമീങ്ങൾ മാത്രം ജീവിക്കുന്ന അവരുടെ ഇടയിൽ കൊണ്ട് ഒരു സ്ഥാപനം വെച്ചിട്ട് 75 മക്കള് പഠിക്കുന്ന രീതിയിൽ ഒരു മാസം 3.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. എങ്ങനെ നടക്കുന്നു? ഞാൻ ചോദിച്ചു എങ്ങനെയെന്ന്. അല്ലാഹു അഅലം. പടച്ചോ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണോ തവക്കല്? അതാണ് ഇഖ്ലാസ്. ഇഖ്ലാസുമായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ പടച്ച റബ്ബ് തുറന്നു തരും വഴികളൊക്കെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആ സ്ഥാപനത്തെ അള്ളാഹു ഈ നാടിന്റെ വെളിച്ചമായി, ഈ നാടിന്റെ ഐശ്വര്യമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടുപിടിക്കണം നമ്മൾ ഇതൊക്കെ. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന തെളിവുകളായി ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, റബ്ബിനോട് ദുആ ചെയ്യ്. കൈവിടില്ല അള്ളാഹ്. ആര് കൈവിട്ടാലും റബ്ബ് നമ്മളെ കൈവിടൂല. ഏതൊക്കെ വാതിലടഞ്ഞാലും റബ്ബിന്റെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുകയാ. അതുകൊണ്ട് ദുആ ചെയ്യ്. ആ ഒരു നല്ല ഗുണം അതായിരുന്നു മുൻഗാമി